2020 പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധ ജ്വാല നടത്തി. ബില്ല് കണ്ടാൽ ഷോക്കടിക്കുന്ന രീതിയിൽ വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ 2020 പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജ്വാല പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന വൈദ്യുത ചാർജ് വർധനവിനെതിരെയാണ് 2020 പാർട്ടി ഈ വലിയ പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സകല മേഖലകളിലും വില വർധനയാൽ കഷ്ടപ്പെടുന്ന ഒരു ജനത മുന്നോട്ട് പോകുമ്പോൾ ഒരു സർക്കാരിൻ്റെ പ്രഥമവും പ്രധാനമായ ദൗത്യം പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരത്തെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ജനവിരുദ്ധമായ നയങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാരിനെതിരെ അതിശക്തമായൊരു പ്രതിഷേധത്തിൻ്റെ സൂചനയായിട്ടാണ് 2020 പാർട്ടി വൈദ്യുത ചാർജ് വർധനവിനെതിരെ പോരാടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ വൈദ്യുത ചാർജ് വർധനവ് വന്നിട്ടുള്ളത് ഈ വൈദ്യുതി വകുപ്പിൻ്റെ പ്രത്യേകിച്ച് കെടുകാര്യസ്ഥയുടെ അഴിമതിയുടെ റദ്ദാക്കപ്പെടുന്ന ദീർഘകാല കരാറിൻ്റെ ജീവനക്കാരുടെ ഉയർന്ന ശമ്പളത്തിൻ്റെ ഒക്കെ പ്രതിഫലമായിട്ടാണ് ഈ വൈദ്യുതി ചാർജ് പാവപ്പെട്ട ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കപ്പെടുന്നത്. 18 പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ അവർ കൊടുക്കേണ്ട കിട്ടാക്കടമുണ്ട്. അത് 272 കോടിയിൽ മുകളിലാണ്. ആ 272 കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കിയെടുക്കേണ്ടതാണ്. വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ നിന്ന് ഈടാക്കിയെടുക്കുകയാണ്. അത് എഴുതിത്തള്ളുമ്പോഴും ആ ഭാരം ഈ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുകയാണ്. നമ്മളറിയുക, ഈ താപനിലയങ്ങൾ കേരളത്തിലുണ്ട്. ഈ താപനിലയങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി 1000-ലേറെ കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ താപനിലയങ്ങളിൽ നിന്നും വൈദ്യുതി സ്വീകരിക്കാതെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, തേയ്മാനത്തിന് വേണ്ടി വലിയ തുക കൊടുക്കേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് 78ഓളം ജലവൈദ്യുത പദ്ധതികൾ ഈ രാജ്യത്ത് ഒരു യൂണിറ്റ് പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പേരിൽ നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നയം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട നയമല്ലാത്തതുകൊണ്ടാണ് ഈ നികുതി വർധനവ് ഉടൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ പ്രത്യേക സമരം നടത്തുക. കേരളത്തിൽ കോഴിക്കോട് IIM നടത്തിയ വലിയൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ നിന്ന് മനസ്സിലായ കാര്യം, അത് 2015-16 വർഷത്തിൽ നടത്തിയ പഠനമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന 2 സ്ഥാപനം KSEBയും KSRTCയുമാണ്. അത്രയും ജീവനക്കാരെ അവിടെ ആവശ്യമില്ല എന്ന് കോഴിക്കോട് IIM പരസ്യമായി പറഞ്ഞതാണ്. അതിൽ നിന്ന് 8 വർഷം പിന്നിടുമ്പോഴും യാതൊരു നിലപാടുകളോ നയങ്ങളോ ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല. അങ്ങനെ ഈ KSEB വലിയ വെള്ളാനകളായി മാറുമ്പോൾ, ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചടിക്കുമ്പോൾ അതിശക്തമായ പ്രതിഷേധ സമരത്തിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നേറ്റി വരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് 2020 പാർട്ടി ഈ വലിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുക. ഇതൊരു സൂചന മാത്രമാണ്. കേരളത്തിലെ ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പോരാട്ടങ്ങൾക്ക് 2020 തുടക്കം കുറിക്കുമെന്ന് വ്യക്തമാക്കാൻ ഈ അവസരം ഉദ്ദേശിക്കുന്നു. മുഴുവൻ ജനസ്നേഹികളുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ പോരാട്ടത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നിയോജക മണ്ഡലം പ്രസിഡന്റ് സിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം PM നാസർ, മാത്യൂസ് തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുജനങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഉപദ്രവമാകുമോ അത്രയും ഉപദ്രവമാകുന്ന രീതിയിലാണ് നമ്മുടെ സർക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെയാണ് സർക്കാർ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പൊതുജനം ഇനി ഒരിക്കൽ പോലും ഇങ്ങനൊരു സർക്കാരിനെ തിരഞ്ഞെടുക്കാനോ ആ സർക്കാരിന് പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനോ ഉള്ള അനുവാദം പാവപ്പെട്ട ജനങ്ങൾ നൽകില്ല എന്നുള്ളത് ഇന്നത്തെ ഭരണകൂടം മനസ്സിലാക്കിയാൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അവർക്കത് മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഇങ്ങനൊരു പ്രതിഷേധ പ്രകടനം കൊണ്ട് പെരുമ്പാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.